വെൽക്കം ടു ചങ്ങരം. ചങ്ങരത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ചങ്ങരം. പ്രകൃതി ഭംഗി കൊണ്ടും ദേശാടന പക്ഷികളുടെ ഇഷ്ടകേന്ദ്രം എന്ന നിലയിലും അറിയപ്പെടുന്ന സ്ഥലമാണ് ചങ്ങരം. ചങ്ങരം പാടശേഖരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ജനവാസ കേന്ദ്രമാണ് ചേരുങ്കൽ. നെൽകൃഷിയും കാലി വളർത്തലും പച്ചക്കറി കൃഷിയുമായി ഇവിടത്തുകാർ അവരുടെ ജീവിതം സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊക്കാളിപ്പാടത്തെ കൃഷി ഇല്ലാതായതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ചെമ്മീൻ കൃഷിക്ക് വേണ്ടി ഉപ്പുവെള്ളം കയറ്റിയതോടെ കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ല് ലഭ്യമാകാത്ത അവസ്ഥയുണ്ടായി. ഉപ്പുവെള്ളം കയറിയതോടെ പച്ചക്കറി കൃഷിയും ഇല്ലാതായി. നമ്മൾ നെൽകൃഷി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അരി ആന്ധ്രയിൽ നിന്ന് വരുമെന്ന് പറയുന്ന മന്ത്രിമാർ ഭരിക്കുന്ന നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. ആന്ധ്രയിൽ നിന്ന് അരിയും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പാലും പച്ചക്കറികളും വരുമെങ്കിൽ കേരളത്തിന് എന്തിനാണ് ഇവിടെ ഒരു കൃഷി വകുപ്പും അതിനൊരു മന്ത്രിയും കുറെ ഉദ്യോഗസ്ഥന്മാരും? കൃഷി നടത്തിയാൽ അരി മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്. നെൽവയലുകൾ പ്രകൃതിദത്തമായ മഴ സംഭരണികളാണ്. മഴവെള്ളം തടഞ്ഞു നിർത്തി സംഭരിക്കുകയും ഭൂഗർഭത്തിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്ന നെൽപ്പാടങ്ങൾ വരൾച്ചയെ തടയുന്നതിലും നെൽപ്പാടങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഒരേക്കർ പാടശേഖരത്തിന് 1240 ഘനമീറ്ററോളം ജലസംഭരണ ശേഷി ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ഭൂമിയും ഇതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി ഉള്ളതാണ്. നെൽവയലുകൾ നികത്തുന്നതും തരം മാറ്റുന്നതും വരും തലമുറയോട് കാണിക്കുന്ന അപരാധമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം 2050 ലോകമൊട്ടുക്കും 170 കോടി ജനങ്ങൾ കുടിക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും ഭക്ഷ്യ ഉൽപാദനത്തിനും വെള്ളം കിട്ടാതെ ജലദാരിദ്ര്യത്തിൽ അടിമപ്പെടുമത്രേ. ഉപ്പുവെള്ളം കയറിയാൽ നാട്ടിൻപുറങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാവുകയും നാട്ടിൻപുറങ്ങളിലെ സ്വാഭാവിക വൃക്ഷങ്ങളുടെ നാശത്തിന് അത് കാരണമാവുകയും ചെയ്യും. വൃക്ഷങ്ങളുടെ നാശം ആഗോളതാപന വർധനവിന് ആക്കം കൂട്ടും. ആഗോളതാപനത്തിന് ആക്കം കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് കരഭൂമി കൈകാര്യം ചെയ്യുന്ന ശൈലിയിൽ വന്ന മാറ്റങ്ങൾ. ആഗോളതാപന വർധന പല ജീവികളുടെയും നിലനിൽപ്പിനെ ബാധിച്ചു തുടങ്ങി. കോസ്റ്ററിക്കയിലെ സുവർണ മരത്തവളയാണത്രേ ആഗോളതാപനത്തിന്റെ ആദ്യ രക്തസാക്ഷി. 1989 ശേഷം ആ തവളയെ കണ്ടവരില്ല. ദേശാടന പക്ഷികളായ സൈബീരിയൻ കൊക്ക്, ആർട്ടിക് ടേൺ എന്നിവയും താപവർദ്ധനവിന്റെ ഭീഷണി അഭിമുഖീകരിക്കുന്ന ജീവികളാണ്. സസ്തനികളിൽ ആദ്യത്തെ ഇരയാവുക ധ്രുവക്കരടിയായിരിക്കും. ധ്രുവപ്രദേശത്തെ താപനില ഉയർന്ന് മഞ്ഞുരുകുന്നതോടെ ഇവയ്ക്ക് മുഖ്യ ആഹാരമായ സീലുകളെ വേട്ടയാടി പിടിക്കാൻ പറ്റാതായി. വളരെ വർഷങ്ങൾക്ക് ശേഷം മാത്രം സംഭവിക്കുമെന്ന് കരുതിയിരുന്ന മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത് ശാസ്ത്രജ്ഞരെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാലാവസ്ഥ മാറ്റങ്ങളുടെ ഏറ്റവും വിശ്വസനീയമായ ആഘാതമാപനികളിൽ ഒന്നാണ് ലോകമൊട്ടുക്കും ഇന്ന് അനുഭവപ്പെടുന്ന ജലക്ഷാമം. ഭൂമിയിലെ ആകെ ജലത്തിന്റെ 97% ഉപ്പ് കലർന്ന നമുക്ക് ഉപയോഗിക്കാനാവാത്ത ജലമാണ്. 2% ജലം മഞ്ഞുവാളികളിലാണ്. ബാക്കി വരുന്ന 1% ജലമാണ് നമ്മുടെ ആവശ്യത്തിനുള്ളത്. ഈ 1% ജലവും ഞങ്ങൾ ഉപ്പുവെള്ളം കയറ്റി മലിനമാക്കുമെന്നാണ് ചിലർ വാശി പിടിക്കുന്നത്. ജലസാന്നിധ്യമില്ലാത്ത ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു ജല അഭയാർത്ഥികളെ പേറുന്ന ആദ്യ രാജ്യമായി ഇറാൻ. ജലവിഭവത്തിന്റെ അഭാവത്തിൽ നാടുവിടുന്ന ജല അഭയാർത്ഥികളുടെ എണ്ണം ലോകമെങ്ങും പെരുകുകയാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 3 മീറ്റർ എന്ന കണക്കിന് ജലം താഴുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പം നമ്മുടെ ഈ അന്വേഷണ സംഘം നീലകണ്ഠ സാറിന്റെ അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ മൊത്തം കണ്ടിട്ടുണ്ട്. അവരുടെ ചില നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക. ആദ്യം നീലകണ്ഠ സാർ. അല്ല, ഞാൻ നിങ്ങളുടെ അനുഭവം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഇവിടെ മുഴുവൻ ഏതാണ്ട് എല്ലാ തരത്തിലും നടന്നു കണ്ടു. ഇവിടെ മനുഷ്യർ ജീവിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് എൻ്റെ ഒരു സംശയമുള്ളൂ. നിങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജീവിക്കുന്നതാണ് നമുക്കറിയാം. അപ്പൊ മനുഷ്യന് ജീവിക്കാൻ, മാന്യമായി മനുഷ്യനായി ജീവിക്കാൻ, ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ജലജീവിയല്ല നമ്മൾ. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ജീവിക്കണം പോലെ എവിടെ നിങ്ങൾ ജീവിക്കും. അപ്പൊ അത് പോരാ. നിങ്ങൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് മാന്യമായി ജീവിക്കാൻ. അത് ചെയ്യാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് കടമയുമുണ്ട്. പല കാരണം കൊണ്ടാവാം ശ്രദ്ധിക്കാത്തത്. അതിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയമൊന്നും കണ്ടിട്ട് കാര്യമില്ല. പല കാരണം കൊണ്ടാവാം. ഒന്ന്,
നിങ്ങളുടെ ഈ ദുരിതാവസ്ഥ അവർക്ക് വേണ്ടത്ര ബോധ്യപ്പെടാത്തതുകൊണ്ടാവാം. ബോധ്യപ്പെട്ടാലും ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടാവാം. പിന്നെ ഇത് ചെറുതാണ്, ബാക്കിയുള്ള സ്ഥലത്ത് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാവാം. അവരുടെ മേൽ സമ്മർദ്ദം വരണം. അവരുടെ മേൽ സമ്മർദ്ദം വരണമെങ്കിൽ ഒന്ന്, നിങ്ങൾ ഇത് ഒറ്റയ്ക്ക് ഒരാളുടെ പ്രശ്നമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. ഈ പ്രദേശത്തിന്റെ മൊത്തം പ്രശ്നമായിട്ട് പരിഹരിക്കാൻ പറ്റും. കാരണം ഒരു വീട്ടുകാർ മാത്രം ചെയ്താലും ഒരു കാര്യമില്ല. ഒരു വീട്ടിൽ പൊക്കി കെട്ടിയിട്ട് ഒരു ഗുണമില്ല, കാരണം അവർക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ടേ. അപ്പൊ അങ്ങനെ ഒരു ഗുണമില്ല. അപ്പൊ ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റും. നമ്മളിപ്പോ വന്നിട്ടുള്ളത്, ഇന്നിപ്പോ ഞാൻ ആദ്യത്തെ തവണയാണ്. സാർ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഇത് ഈ വീടും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ഒരാളാണ്. ഫാദർ നിങ്ങൾക്കറിയാം കൈലാസം പള്ളിയിലെ അച്ഛനാണ്. നമ്മളിതിൽ വന്നിട്ടുള്ളത് ആദ്യം എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നും എന്താണ് ഇതിന് ശരിക്കും ചെയ്യേണ്ട പരിഹാരം. വെറുതെ എന്തെങ്കിലും വന്നിട്ട് അവിടെ അത് കാണിച്ച് ഇത് കാണിച്ച് പോയിട്ട് കാര്യമില്ല. കാരണം ഓരോ തവണ വരുമ്പോൾ വേറെ വേറെ പ്രശ്നങ്ങളാണ്. 2 കൊല്ലം മുമ്പ് നിങ്ങൾ ജീവിച്ചിരുന്ന പോലെ ഇപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല. നിങ്ങൾ ധാരാളം പച്ചക്കറി ഉണ്ടാക്കിയെന്ന് ധാരാളം പറഞ്ഞപ്പോൾ ഇവിടെ പറയുന്നു. ധാരാളം പച്ചക്കറികളും സാധനങ്ങളും ഉണ്ടാക്കി നാട്ടുകാർക്ക് വിറ്റിരുന്ന ആളുകളാണ്. അതുകൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ ഉപജീവനം പോയിന്ന് മാത്രമല്ല, സാധാരണ ജീവിതം തന്നെ സാധ്യമല്ലാതെ വന്നു. ഞാനിപ്പോ അവിടെ കുറെ വീടുകൾ കണ്ടു. മുരളി, കുഞ്ഞപ്പൻ, കുറെ ഇവിടെ വീടുകളൊക്കെ കുറച്ച് കണ്ടു. കണ്ടപ്പോ അവിടെ അതാ ഞാൻ ചോദിച്ചത്, എങ്ങനെ മനുഷ്യരായിട്ട് അവിടെ ജീവിക്കാൻ കഴിയണേ എന്നുള്ളൊരു ചോദ്യമാണുള്ളത്. അപ്പൊ നമ്മൾ ഈ പഠന റിപ്പോർട്ട് ഉണ്ടാക്കി കളക്ടർ അടക്കമുള്ള ആളുകളെ കാണിക്കണം. ഇതിന്റെ നല്ല ഇവരെ പോലെയൊക്കെ ചെയ്യുന്ന ആളുകൾ നല്ല വീഡിയോ ചെയ്ത് എന്താണെന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും കൂടെ ഒന്ന് കാണാൻ പറ്റില്ല. അപ്പൊ അവിടെ വരാൻ പറ്റാത്തവർക്കും ഇത് കാണാവുന്ന രൂപത്തിൽ ഇത് ബോധ്യപ്പെടുത്തണം. പിന്നെ ഇതിപ്പോ നിങ്ങളുടെ ഒരു പ്രദേശത്തല്ല, ഞാൻ തന്നെ കണ്ടിട്ടുള്ള 3-4 സ്ഥലങ്ങളിൽ എനിക്കറിയാം ഇതുണ്ട്. അപ്പൊ നമുക്ക് അവരെല്ലാം ചേർത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ സർക്കാരുകൾ, അത് ഏത് സർക്കാരായാലും പഞ്ചായത്ത് മുതൽ കേന്ദ്ര സർക്കാർ വരെ എല്ലാവരും ഉണ്ട്. ഇതിനൊക്കെ ഫണ്ടും ഉണ്ടെന്നൊക്കെയാ പറയാ. പക്ഷെ അതിനുവേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല, അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അത് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ വന്നതിന്റെ ആദ്യത്തെ ഉദ്ദേശം. നമ്മളിതിന് നാളെ വന്നിട്ട് ഇതെല്ലാം പരിഹരിച്ചു തരാന്ന് പറയുന്ന ആളല്ല. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തന്നെ ആദ്യം പഠിക്കണം എന്ന് ഞാൻ കണക്കാക്കുന്ന അതാണ്. ഇത് കുറച്ചാളുകളുടെ പ്രശ്നം മാത്രമല്ല. അപ്പൊ അത് ഇപ്പൊ ഇന്ന് നിങ്ങൾക്കാണെങ്കിൽ നാളെ നിങ്ങൾ ഇതിനപ്പുറത്തുള്ളവർക്കും വരും, ഇപ്പൊ വരാത്തവർക്കും വരും. അതങ്ങനെ കയറിയാ വരിക. അപ്പൊ അതുകൊണ്ട് അതിന് പരിഹാരം കാണാനുള്ള ഒരു വഴി നമ്മൾ കാണുന്നു. വളരെ ബുദ്ധിമുട്ടിയിട്ട് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് കളക്ടറുമായിട്ട് ആലോചിക്കണം. മന്ത്രിമാരോ ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ ആലോചിക്കണം. കുടുംബ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിഷമം നിങ്ങൾ പറയുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്നത് ലോകം കാണണം. അപ്പോൾ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ശരിക്കും എന്താ വീട്ടിന് മുമ്പിലുള്ളത്, കണ്ട പരിഹാരം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളെ ഒന്നിച്ച് നിൽക്കണം. ഇതില് നിങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒന്നും ഇതിൽ വരേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ആര് വന്നാലും നിങ്ങളുടെ വെള്ളം അവിടെ കിടക്കും. മനസ്സിലായോ? ഭരണത്തിൽ ആര് മാറിയാലും വന്നാലും നിങ്ങളുടെ വെള്ളം അവിടെ കിടക്കും. അപ്പൊ അതിനല്ല നമ്മുടെ വിഷയം. നമുക്ക് അവർ വന്നോട്ടെ പൊക്കോട്ടെ, അവരൊക്കെ നമുക്ക് വേണം. പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ MLA MP ഒക്കെ നമുക്ക് വേണം. അവരൊക്കെ കൂടി നമ്മൾ കൂടെ നിർത്തിയിട്ട് നമുക്കൊരു പരിഹാരം കാണാം. അതിനുള്ള സാങ്കേതിക മറ്റു വിദ്യകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറും നമ്മുടെ കൂടെ ഉണ്ട്. കുറെ കാര്യങ്ങൾ സാറിന് മനസ്സിലായിട്ടുണ്ട്. ഫാദറുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് ജനങ്ങളുടെ വീട്ടിലുള്ള ആളുകളുണ്ട്. നമുക്ക് ഇനിയും കാര്യങ്ങൾ കൊണ്ടുവരാം. നമ്മൾ വരാം, നമുക്ക് പരിഹരിക്കാം. ഞങ്ങൾ ഒന്നിച്ച് നിന്നാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. ഇത് റോക്കറ്റ് ഇവിടെ നടത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഉണ്ടാക്കാൻ അതിനേക്കാളും എളുപ്പമായിട്ട് പരിഹരിക്കാൻ പറ്റും. സാറിനെ എന്ന് പറയുന്നു നിങ്ങളെല്ലാവരും ഫാദർ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഭക്ഷണത്തിന് പല വീടുകളും ഏതാണ്ട് വളരെ വല്ല മോശം സ്ഥിതിയിലാണ്. അവർക്ക് അടിയന്തരമായിട്ടത് ഒന്ന് പൂർവ്വസ്ഥിതിയിലാക്കാനോ അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തിയെടുക്കാനോ വേണ്ട സഹായം അത്യാവശ്യം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ഈ പ്രശ്നങ്ങൾ തീരുമ്പോൾ അത് നിർത്തിക്കളയരുത്. ഇനിയും ഭാവിയിൽ പ്രത്യേകിച്ച് എനിക്ക് പ്രധാനമായിട്ട് എപ്പോഴും തോന്നുന്ന കാര്യം, നമ്മുടെയൊക്കെ ഈ ചുറ്റുമുള്ള തോടുകളും തണ്ണീർത്തടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നികന്നു പോകും. അപ്പൊ അത് കുറച്ചുകൂടി ആഴം വെപ്പിക്കാനായിട്ട് ആ മണ്ണുകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കരയെ കുറെ മെച്ചപ്പെടാനും ഈ അരികൾക്ക് കുറച്ചുകൂടി ബലപ്പെടുത്താനൊക്കെ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള അതിനുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന തുടർ ചർച്ച വേണം. അത് മറ്റു പ്രതിനിധികളെയൊക്കെ കാര്യമായിട്ട് ആ രീതിയിൽ ഒരു ഓറിയന്റേഷൻ കൊടുക്കാനായിട്ട് ഒരു വലിയൊരു ശ്രമം നടത്തണം. അപ്പൊ അത് ഉടനെ നടക്കുന്നതല്ല എങ്കിലും സാവകാശം നമ്മളത് അതിലേക്ക് തന്നെ എത്തിയേ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് പറയാം. പഴയിരിക്കലാണ് കൈലാസം പള്ളിയിലെ വികാരിയച്ഛനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഹാബിറ്റാറ്റിലെ എഞ്ചിനീയർ ബൈജു സാറ്
ഇതിന്റെ സ്ട്രക്ചറൽ സൈഡ് സർക്കാർ കെട്ടിടങ്ങൾ, സർക്കാരിന്റെ അടക്കം കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നതാണ് ഇവർ. ആ സാറ് നമ്മളോട് വന്നു. എനിക്ക് മറ്റേ കെട്ടിടത്തിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ ഈ ചെടികളിലൂടെ നീന്തി നടന്നപ്പോ ഈ ചെടിയുടെ നീന്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, എലിപ്പനി അതുപോലെയുള്ള രോഗങ്ങൾ, വളരെ സാംക്രമിക രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. അത് അതിന്റെ കാര്യങ്ങൾ അറിയാലോ, പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ പനിയാണെന്ന് തെറ്റിദ്ധരിച്ച് മരണത്തിലേക്ക് വരെ സംഭവിക്കും. അതുപോലെ നിങ്ങൾ ഡോക്സി സൈക്ലിൻ മരുന്ന് കൃത്യമായിട്ട് കഴിച്ചിരിക്കും. ഈ തൊഴിലുറപ്പ് ഇന്നലെ വന്നിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടുണ്ട്. പിന്നെ തന്നെയല്ല ഇവിടെ പിന്നെ തെറ്റാതെ പിന്നെ ഈ കാർഷിക മേഖലയിൽ ഈ ഉപ്പ് കയറുമ്പോൾ പച്ചക്കറി ഇപ്പൊ നല്ല പച്ചക്കറി കൃഷി നടന്നിരുന്ന സ്ഥലത്താണ്. ഈ ഉപ്പിന്റെ വന്നപ്പോ പച്ചക്കറി തീരെ വിളവെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. ഇത് തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഈ ബിൽഡിങ്ങിൽ ഇവിടെ ഉപ്പ് കയറി ഇറങ്ങിയ ചെയ്യണമുണ്ട്. ഈ ഭിത്തിയിലേക്ക് ഈ ഉപ്പിന്റെ അംശം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഉപ്പ് കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് ക്രിസ്റ്റൽസ് ആയിട്ട് മാറിയിട്ട് അത് അവിടെ ഇരുന്ന് വികസിക്കും. അങ്ങനെ അത് ഇഷ്ടിക തള്ളിപ്പോകും. പിന്നെ വേറെ ഒരു കാര്യം ഫൗണ്ടേഷൻ ഇപ്പൊ പല ഈ ചെളിയോൾ പ്രദേശത്തൊക്കെ നിങ്ങൾ കാണും, ടൈലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ഇവിടെ കുറ്റി പോലും അടിച്ചു താത്താത്ത വെറുതെ റബ്ബിൾ ഇട്ടിരിക്കുകയാണ്. റബ്ബിൾ എന്ന് പറഞ്ഞാൽ ഈ കരിങ്കല്ലും ചെങ്കല്ലും ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ പല വീടുകളും കണ്ടു. ഒരു വീടിന്റെ ഒരു ഭാഗം സൈഡിലേക്ക് ചരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഈ വെള്ളം കയറി ഇറങ്ങി കഴിയുമ്പോ ഈ മണ്ണ് ഇരിക്കും. കയറുമ്പോ വികസിക്കും, ശരി പോകുമ്പോ ഇരിക്കും. അങ്ങനെ ആ ഫൗണ്ടേഷൻ താഴ്ന്നു പോയി. പല വീടുകളിലെയും ഫൗണ്ടേഷൻ ഞാൻ ഭിത്തി അടക്കം പലർക്കും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വല്ലാത്ത രീതിയിൽ പിന്നെ കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റണില്ല. ഏറ്റവും വലിയ ഈ വെള്ളം വെട്ടി കിടക്കണമുണ്ട്. അതെ, ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ ബൈജു സാറിന് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ തുറവൂർ ആശുപത്രിയിലെ മൃദുല ഡോക്ടർ പ്രിയമുള്ളവരെ, അല്ല ഇവിടെ നമ്മുടെ ഈ പ്രശ്നം ഇതിനെ കുറിച്ച് കാണാനും പഠിക്കാനും പല ജനപ്രതിനിധികളുണ്ടെങ്കിലും അവരാരും ഇങ്ങോട്ട് വരാത്തപ്പോഴും നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ ദുഃഖത്തിലും ഈ സഹതാപത്തിലും ഒക്കെ പങ്കുചേരാൻ നമ്മളൊപ്പം നിൽക്കുന്ന ഫാദറിനും നീലകണ്ഠൻ സാറിനും ബൈജു സാറിനും പിന്നെ കളത്തിങ്കൽ സാറിനും എല്ലാവർക്കും നിങ്ങളുടെയും ഈ നാടിന്റെ മൊത്തത്തിലുള്ള ആളുകളുടെയും പേര് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. മഴയെ മാത്രം ആശ്രയിക്കുന്ന ഒരു കാർഷിക സമ്പ്രദായത്തിലേക്ക് ലോകം മൂക്കുകുത്തും എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെയാണ് പൊക്കാളി കൃഷിയുടെ പ്രാധാന്യം. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിന്റെ തനത് നെൽവിത്താണ് പൊക്കാളി. ഏകദേശം 6400 വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു കൃഷി രീതിയാണ് പൊക്കാളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ച കൃഷിഗീതയിൽ പൊക്കാളി കൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പൊക്കാളിപ്പാടങ്ങൾ ജൈവ വൈവിധ്യത്തിന്റെ കലവറകൾ കൂടിയാണ്. വിവിധ ഇനം പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങളാണ് പൊക്കാളിപ്പാടങ്ങൾ. ലവണാംശത്തെ പ്രതിരോധിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രത്യേക ജീൻ പൊക്കാളി വിത്തിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. അമ്ലത്വവും വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യപൂർവ ഇനം നെൽവിത്താണ് പൊക്കാളി. അതുകൊണ്ട് തന്നെ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷവും ഒട്ടുമിക്ക ഇടങ്ങളിലെയും പൊക്കാളി കൃഷി യാതൊരു നാശവും സംഭവിക്കാതിരുന്നത് ഈ പ്രത്യേകത മൂലമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലെ നെൽകൃഷി പൊക്കാളി വിത്തിനങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയായിരിക്കും. ചെട്ടുവിരിപ്പ്, ചെറുവിരിപ്പ്, ചുട്ടുപൊക്കാളി, പള്ളിപ്പുറം പൊക്കാളി, ആനക്കുളം പൊക്കാളി, കുഴിപ്പിള്ളി പൊക്കാളി, കുറുക, പൊൻകുറുക, കറുത്ത കുറുക എന്നിങ്ങനെ പോകുന്നു പൊക്കാളി വിത്തിനങ്ങൾ. കൂടാതെ ഹൈബ്രിഡ് ഇനങ്ങളായ വൈറ്റ്ല 1 മുതൽ വൈറ്റ്ല 8 വരെ വേറെയുമുണ്ട്. ആന്ധ്രയിൽ നിന്ന് അരി വരുമെന്ന് പറയുന്ന മന്ത്രി അറിയുവാൻ പറയുകയാണ്, കേരളം ഒരു കാലത്ത് അരിക്ക് സമ്പന്നമായിരുന്നു.
ഇവിടത്തെ അരി അറേബ്യയിലും ഈജിപ്തിലും ഗ്രീസിലും ഒരു വിശേഷാഹാരമായി ഉപയോഗിച്ചിരുന്നു. ഹെലനിക്ക എന്ന ഗ്രന്ഥശേഖരത്തിൽ നിന്ന് ഇത് തെളിയുന്നുണ്ട്. ഉറൂസ് എന്ന പേരിലാണത്രേ അരി അന്ന് അറിയപ്പെട്ടിരുന്നത്. ഉറൂസ് എന്ന വാക്ക് കടലും മലയും കടന്ന് ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ റൈസായി തീർന്നു എന്ന് ഭാഷാ പണ്ഡിതനായ കാൾഡ്വെൽ പറയുന്നു. മലിനീകരണവും അമിത ചൂഷണവും ഈ നിലയിൽ തുടർന്നാൽ 21ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ മത്സ്യവിഭവങ്ങൾ നമ്മുടെ തീൻമേശയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. കാലാവസ്ഥാ മാറ്റവും ആഗോളതാപനവും ഏറ്റവും അധികം ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെ ആയിരിക്കും. ആഗോളതാപനത്തിന്റെ ഫലമായി മാനവ സമൂഹം നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സമുദ്രനിരപ്പ് ഉയരുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കൃഷിയിടങ്ങൾ കടലിനടിയിൽ ആകുമെന്നുള്ളതുമാണ്. മറ്റൊന്ന് ശുദ്ധജലത്തിന്റെ ക്ഷാമമായിരിക്കും. അമിത ലാഭത്തിന് വേണ്ടി നെൽകൃഷി അട്ടിമറിച്ച് ഉപ്പുവെള്ളം കയറ്റി പരിസ്ഥിതിയെ നശിപ്പിക്കുന്നവർ ഭൂമിയുടെ ശത്രുക്കളാണ്. മുക്കാളിപ്പാടങ്ങളുടെ ശോഷണം പ്രകൃതിയുടെ സന്തുലനാവസ്ഥയുടെ തന്നെ താളം തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പൊക്കാളിപ്പാടങ്ങളുടെ നാശം പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ ബാധിക്കുമെന്ന സത്യം ഇനിയും നാം സൗകര്യപൂർവ്വം വിസ്മരിച്ചുകൂടാ. അവയുടെ സംരക്ഷണവും നിലനിൽപ്പും നമ്മുടെ കടമയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അങ്ങനെ പിന്നെ ഞങ്ങൾ വെക്കാതെ പിന്നെ അതിന്റെ ഒരു വിത്ത് വർക്കം പോലും ഞങ്ങൾക്ക് ഇല്ലാതെ. അപ്പൊ ഇനി അഥവാ ഞങ്ങൾക്ക് എവിടെങ്കിലും അന്വേഷിച്ച് വെക്കണമെങ്കിലും ഇതുപോലൊരു വെള്ളം പറ്റി കിട്ടിയാലേ ഞങ്ങളുടെ ജീവിതമാർഗം നടക്കുള്ളൂ. വെണ്ട അല്ലാതെ ഈറ്റില്, കാവലി, പടവളം, അച്ചിങ്ങ, കരിയരിയിലൊക്കെ ഞങ്ങളിങ്ങനെ പയറിടും. അങ്ങനെ എല്ലാം ഒരു 10,000-2000 രൂപ ഞങ്ങൾക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങൾ അത് ഒരു 6 മാസം കൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ടാണ് പിന്നെയുള്ള മാസങ്ങളിൽ ഞങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് കഴിക്കുന്നത്.